കാര്യവട്ടം സ്റ്റേഡിയത്തിലായിരിക്കും ലയണൽ മെസ്സിയുടെ അർജന്റീൻ ടീം സൗഹൃദ മത്സരത്തിന് ഇറങ്ങുക എന്നാണ് സൂചന. സുരക്ഷ, മൈതാനത്തിന്റെ നിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനായി AFA സംഘം വൈകാതെ തിരുവനന്തപുരത്തെത്തും. അർജന്റീൻ ടീമിന്റെ കേരള സന്ദർശനത്തിന് മുമ്പായി ഇക്കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. 2011 ശേഷം ആദ്യമായാണ് ലയണൽ മെസ്സി ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിനെത്തുന്നത്. അന്ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വലയ്ക്കെതിരായ അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നു. എന്നാൽ ഫിഫ ലോകകപ്പ് നേടിയ മെസ്സിയും സംഘവുമാണ് കേരളത്തിൽ എത്തുന്നത് എന്നാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മെസ്സി നയിക്കുന്ന അർജന്റീൻ ടീമിന്റെ കേരള സന്ദർശനത്തിനായി 130 കോടി രൂപ ഇതിനോടകം കൈമാറിയെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവിനായി ഏകദേശം 400 കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. ഡിസംബർ 12 മുതൽ 15 വരെയായി ലയണൽ മെസ്സി കൊൽക്കത്ത, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്നുണ്ട്. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്നാണ് ഈ സന്ദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. മെസ്സിയുടെ പ്രതിമയുടെ അനാച്ഛാദനം, ഗോഡ് കൺസർട്ട്, ഗോഡ് കപ്പ് തുടങ്ങിയ പരിപാടികളിൽ മെസ്സി പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഏതായാലും അതിനു മുൻപ് മെസ്സി കേരളത്തിൽ കാലുകുത്തുമെന്നാണ് AFA നൽകിയിരിക്കുന്ന സ്ഥിരീകരണം. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്.